മാസ്റ്റർ ക്ലാസ് സീരീസിന്റെ സെക്കൻഡ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സീരീസ് ഫസ്റ്റ് മുതൽ കണ്ട് നിങ്ങൾ തുടങ്ങാം കേട്ടോ. ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ക്യാപിറ്റൽ മാനേജ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? പ്രോപ്പർ ആയിട്ട് റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും ആ റിസ്കിനൊപ്പം തന്നെ എന്ത് റിവാർഡ് നമ്മൾ എടുക്കണം എന്നുള്ളതും ആ റിവാർഡ് എടുക്കുന്ന സമയത്തും റിസ്ക് മാനേജ് ചെയ്യുന്ന സമയത്തും ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ പൊസിഷൻ എങ്ങനെ സൈസ് ചെയ്യണം. പൊസിഷൻ സൈസിങ് എന്താണെന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു സിസ്റ്റത്തിലേക്കുള്ള കാര്യങ്ങൾ വരുള്ളൂ. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും പ്രോപ്പർ സിസ്റ്റം ആവുന്നില്ല, അവിടെ നമ്മുടെ റൂൾ ബ്രേക്ക് ചെയ്യാണ്. സോ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് എന്നിട്ടുണ്ടെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ആണ്. എന്താണ് ശരിക്കും റിസ്ക് മാനേജ്മെന്റ്? പ്രോപ്പർ ആയിട്ട് നമുക്ക് റിസ്ക് മനസ്സിലായിട്ടുണ്ടാവണം, അതിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടാവണം. നമ്മളിപ്പോൾ ഓൾറെഡി ക്യാപിറ്റൽ മാനേജ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഡെയിലി ആൻഡ് മന്ത്ലി അല്ല, ഇൻട്രാഡേ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻട്രാഡേ ട്രേഡിന് നമുക്ക് ഡെയിലിയിലേക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം, മന്ത്ലിയിലേക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു 1 lakh ഞാൻ പറയാണ്, 1,00,000 രൂപ വെച്ച് നമ്മൾ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. സോ ഇവിടെ എങ്ങനെയാണ് നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് കണ്ടീഷൻ, എപ്പോഴും നമ്മൾ ലോസ് എക്സ്പെക്ട് ചെയ്ത് വേണം മാർക്കറ്റിൽ റിസ്കിനെ മാനേജ് ചെയ്യാൻ. നമ്മളുടെ ലോസ് എന്ന് പറയുന്നത് 10 days നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്ന ഒരാൾ ഇവിടെ ഉണ്ടോ? എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്നിട്ടുണ്ടാവും? അങ്ങനെ വന്നിട്ടുള്ള ആള് ഒരിക്കലും ഇതിൽ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കില്ല ഒരു കേസ് അല്ലെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നം കൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ നമ്മൾ ഇവിടെ പറയുന്ന കാര്യം 10 ദിവസത്തെ ലോസും 10 ദിവസത്തെ പ്രോഫിറ്റും, ഇതാണ് നമ്മളിവിടെ എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 30 ദിവസത്തിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റലിന്റെ 30% ആണ്, 30% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. എന്താണ്? 1,00,000 രൂപ ക്യാപിറ്റൽ ഉണ്ട്, എനിക്ക് 30,000 രൂപ ലോസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി ആ ഒരു മന്തിൽ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങളുടെ ട്രേഡ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ മാനേജ് ചെയ്ത് പറഞ്ഞു, ടോട്ടലി ക്യാപിറ്റലിനെല്ലാം ഒരിക്കലും നമ്മൾ ഓപ്ഷൻ ബൈങ്ങിലേക്ക് കൊണ്ടുവരാം. ടോട്ടൽ ക്യാപിറ്റലിന്റെ 30% മാത്രമാണ് നമ്മൾ ഓപ്ഷൻ ബൈങ്ങിൽ യൂസ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ 15% ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. സോ ഇതിന്റെ 30% ആയിരിക്കണം നമ്മൾ മന്ത്ലി റിസ്ക് എന്ന് പറയുന്ന കാര്യം ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? 1,00,000 രൂപ വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ 30,000 രൂപയായിരിക്കണം നമ്മളുടെ മന്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ. സോ മനസ്സിലായല്ലോ? മന്ത് റിസ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പൊ എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, എഴുതി വെക്കുക. മന്ത്ലി റിസ്ക് മാക്സിമം ആട്ടോ ഞാൻ പറയണേ, മാക്സിമം 30% ആയിരിക്കണം നമ്മളുടെ റിസ്ക്. ഓക്കെ, മന്ത് റിസ്ക് ക്ലിയർ ആയി അല്ലെ. ഇനി നമുക്ക് ഡെയിലി ഇൻട്രാഡേയിലേക്ക് വരാം. ഡെയിലി നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട റിസ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസ്ക്? നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒരു ദിവസം ലോസ് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഇത് നമ്മുടെ റൂളാണ്. നമ്മളിത് കമ്പൽസറി ആയിട്ട് നമ്മളിത് പാലിച്ചേ പറ്റുള്ളൂ. കാരണം മാക്സിമം ഞാൻ പറയുന്നത് 3% ആണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. മാക്സിമം ആണ്. 1%ലേക്കും 2%ലേക്കും കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ 3% ഞാൻ പറയുന്നത് സിംഗിൾ ട്രേഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അതിൽ 3% നോക്കുക, ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ്സിലേക്ക് മാത്രം പോവാം. ഓക്കെ, അപ്പൊ 3% ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രയാണ് റിസ്ക്? 1 lakh എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3,000 rupees ആയിരിക്കും നമ്മളുടെ ഒരു ദിവസത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? സോ ഇവിടെ നമുക്ക് 30,000 രൂപ ലോസ് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു ദിവസം നമുക്ക് 3,000 രൂപ ലോസ് വന്നു. ഓക്കെ, സെക്കൻഡ് ഡേ 3,000 രൂപ ലോസ് വന്നു. സോ 10 days 3,000 രൂപ ലോസ് വരികയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന 30,000 വരുള്ളൂ, അതും കണ്ടിന്യൂസ് ആയിട്ട്. മനസ്സിലായോ? സോ ആ ഒരു റൂള് നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെയിലി റിസ്ക് എന്ന് പറയുന്നത് 3% ആയിരിക്കണം, മന്ത്ലി റിസ്ക് എന്ന് പറയുന്നത് 30% ആയിരിക്കണം. സോ ഈ ഒരു സിസ്റ്റം വേണം നമ്മൾ റിസ്കിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഡെയിലി റിസ്കും മന്ത്ലി റിസ്കും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ ഇത് റിസ്ക് മാനേജ്മെന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിസ്ക് റിവാർഡ്. എന്താണ് റിസ്ക് റിവാർഡ്? നമ്മൾ എടുത്തിട്ടുള്ള റിസ്കിന് എഗെയിൻസ്റ്റ് എത്ര റിവാർഡാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? ഇവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണ കാര്യം എന്താ? മാർക്കറ്റിന്റെ മൊമെന്റത്തിനെയാണ്.
1000 പോയിന്റ് മാർക്കറ്റിൽ കളക്ട് ചെയ്യാൻ എനിക്ക് പറ്റുമോ? 200 പോയിന്റ് എനിക്ക് മാർക്കറ്റിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? 300 പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റുമോ? 400 പോയിന്റ് പറ്റുമോ? ഇങ്ങനെ പോയിന്റ്സിലേക്കാണ് ഫോക്കസ്ഡ് ആവുന്നത്. നിങ്ങൾ ഒരിക്കലും ഫോക്കസ്ഡ് ആവേണ്ടത് ഈ പറയുന്ന മാർക്കറ്റ് മൂവ്മെന്റം അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള റാലിയിലേക്കല്ല, റിസ്ക് റിവാർഡിലേക്കായിരിക്കണം നമ്മൾ ഫോക്കസ് ആവേണ്ടത്. മനസ്സിലായോ? അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാല് ഒരു ട്രേഡർക്ക് വേണ്ടത് അവന്റെ മന്ത്ലി പ്രോഫിറ്റ് എത്ര എടുക്കാം എന്നറിയണമെങ്കിൽ, എക്സാക്ട് പ്രോഫിറ്റ് എത്ര എടുക്കാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ എനിക്ക് റിസ്ക് റിവാർഡ് ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, 1:1 എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് റിവാർഡാണ്. എന്താണ് 1:1? 3000 രൂപയാണ് നമ്മുടെ റിസ്ക്, അതിന് അഗെയിൻസ്റ്റ് 1 തന്നെ നമ്മൾ റിവാർഡ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, 10 ദിവസം നിങ്ങൾക്ക് നഷ്ടം വന്നു എന്ന് തന്നെ കരുതാം. കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഓരോ ഡേ ബൈ ഡേ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു ദിവസം പ്രോഫിറ്റ്, ഒരു ദിവസം ലോസ്, ഇങ്ങനെ 10 ഡേയ്സ് ലോസ് വന്നാലും നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റണം. ഞാൻ പറയുന്നത് കണ്ടിന്യൂസ് പ്രോഫിറ്റ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ അല്ല. 10 ദിവസം ലോസ്, 10 ദിവസം പ്രോഫിറ്റ്. 10 ഡേയ്സ് നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എത്രയായിരിക്കും? പെർ ഡേ 3000 വെച്ചിട്ട് 10 ഡേയ്സ് 30,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. ലോസ് ആണെങ്കിലോ പെർ ഡേ 3000 വെച്ചിട്ട് 10 ഡേയ്സും 30,000 റുപ്പീസ്. അപ്പൊ ഇവിടെ ഈക്വൽ ആണല്ലേ രണ്ടുപേര്. അപ്പൊ 1:1 എന്ന് പറയുന്ന ഒരാള് ഈ പറയുന്ന 50-50 പ്രോബിലിറ്റി ആണ് നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ അല്ലെ. 50% നഷ്ടവും 50% ലാഭമാണെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു റിസ്ക് റിവാർഡാണോ ഇത്? അല്ല. സോ നമ്മൾ എപ്പോഴും ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ആരാ? 30,000 ലാഭം, 30,000 നഷ്ടം. ബ്രോക്കറും പിന്നെ നമ്മുടെ ഗവൺമെന്റും അല്ലെ. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവണേ. കാരണം എന്താ, നമുക്ക് ഇതിനകത്ത് ഈ ബ്രോക്കറേജ് എല്ലാം കഴിഞ്ഞ് ക്യാപിറ്റലിന് ചെറിയൊരു എമൗണ്ട് അപ്പോഴും കുറവായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ പറയുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളിവിടെ പാലിക്കേണ്ട റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:1.5, 1:2. ഈ ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? 1:1.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 3000 ആണ് നമ്മുടെ റിസ്ക്. 1 എന്ന് പറയുന്നത് 3000 ഇൻറ്റു 1.5 ഈക്വൽ ടു 4,500. 3,000 ഇൻറ്റു 1.5, 4,500 ആണ് നമ്മളുടെ റിസ്കിന് അഗെയിൻസ്റ്റ് ഉള്ള റിവാർഡ്. മനസ്സിലായോ? അപ്പൊ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ. 10 ഡേയ്സ് ലോസ് 3,000 എത്തുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ 10 ദിവസത്തെ ലോസ് എത്ര വരും? 30,000 റുപ്പീസ് അല്ലെ. 10 ദിവസത്തെ പ്രോഫിറ്റ് എത്ര വരും? 45,000. നെറ്റ് നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 45,000 മൈനസ് 30, 15,000. ക്ലിയർ ആണോ? കാൽക്കുലേറ്റർ എടുത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ, പക്ക ക്ലിയർ ആവും. നോട്ട് ഡൗൺ ചെയ്ത് നോക്കാം. അപ്പൊ 15,000 ആണ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് 1:1.5. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ്, എത്ര പെർസെന്റേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ? ഇതിൽ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്ര? 1,00,000 രൂപ. 15,000 രൂപ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ 15% മാർക്കറ്റിൽ കിട്ടി അല്ലെ. പ്രീവിയസ് നമ്മുടെ വീഡിയോസ് നോക്കി നിങ്ങൾക്ക് അറിയാം, 1 മന്ത് സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ റിസ്കിനെ പ്രോപ്പർ ആയിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടോ? SMC ബേസ് ചെയ്തിട്ടുള്ള എൻട്രീസ് ആണോ? സിമ്പിൾ ആയിട്ട് മാർക്കറ്റിലുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുള്ള എൻട്രീസ് ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മളവിടെ പ്രോപ്പർ ആയിട്ട് റിസ്ക്കും റിവാർഡിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്രോഫിറ്റ് 25% ആണ്. വെരിഫൈഡ് PNL വെച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിൽ റിവ്യൂ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നോക്കുക കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴാണ് എനിക്ക് റിസ്ക് റിവാർഡ് ഉണ്ടായത്, അന്ന് മുതലാണ് ഞാൻ പ്രോഫിറ്റബിൾ ആയി തുടങ്ങിയിട്ടുള്ളത്. മന്ത്ലി, ഇയർലിയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ ഒരു മന്ത് ഈ ഒരു റിസ്ക് റിവാർഡിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മുടെ ജേർണി സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അറിയാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ. അപ്പോ 15% ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നിങ്ങൾ ആദ്യമേ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇതിൽ നിങ്ങൾക്ക് ചാർജസ് ഉണ്ടാവും, പോട്ടെ, എന്നാലും നിങ്ങൾക്ക് ഒരു 10% കൊടുക്കാമല്ലോ. യെസ്, അത്രേ ഉള്ളൂ. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ 10,000 ആയിട്ട് അല്ലെങ്കിൽ 1 lakh വെച്ചിട്ട് 2 lakhs 3 lakhs അങ്ങനത്തെ എക്സ്പെക്ടേഷൻ വിടുക. നമ്മൾ ലോസ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ കൊണ്ടുവരരുത്. മനസ്സിലായോ? ആ ഒരു കാൽക്കുലേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ 1:1.5 കേസ് പറഞ്ഞു. നെക്സ്റ്റ് ലെവൽ 1:2. 1:2 ആണെങ്കിൽ അവിടെ എത്രയാ? 3,000 റുപ്പീസ് ആണ് നമ്മളുടെ റിസ്ക് എങ്കിൽ അതിന്റെ 2x ആയിരിക്കും നമ്മളുടെ റിവാർഡ്. അങ്ങനെയെങ്കിൽ 6,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ്. 10 ഡേയ്സ് 60,000 റുപ്പീസ്. 10 ഡേയ്സ് പ്രോഫിറ്റ് 60,000 ലോസ് 30,000. നെറ്റ് 60,000 മൈനസ് 30,000 എത്രയാ? 30,000. അപ്പൊ നമുക്ക് ടോട്ടലി ക്യാപിറ്റലിൽ എത്രയായി പ്രോഫിറ്റ്? 30%. 30%
നമുക്ക് പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. 10 ദിവസം നഷ്ടം ഉണ്ടെങ്കിലുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഫസ്റ്റ് 10 ദിവസം പ്രോഫിറ്റ് ആണ്, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണോ? നിങ്ങളുടെ ടാർഗറ്റ് ഓക്കെ ഫൈൻ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലായോ? സോ ഈ ഒരു സിസ്റ്റം നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഓപ്ഷൻ ബൈങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിനെ, ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്തു തുടങ്ങുക. മനസ്സിലായോ? ഈ ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്ത് തുടങ്ങുക, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക്കും പഠിച്ചു, ഇപ്പോൾ റിസ്ക് റിവാർഡും പഠിച്ചു അല്ലെ. ഇനി ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇനി നമുക്ക് വേണ്ടത്, ഇതിനിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവണ കാര്യം, ഇത് എത്ര ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കാം, അല്ലെങ്കിൽ ലോട്ട് സൈസ് എത്ര മേടിക്കാം എന്നുള്ളത്. ഞാനിപ്പോ ഒരു ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. 1:1.5, 1:2. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ സൈസിങ് ആണ്. നമ്മളിപ്പോ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, 400 പോയിന്റ് റാലി എടുക്കുക, 200 പോയിന്റ് റാലി എടുക്കുക, 500 പോയിന്റ് റാലി എടുക്കുക. ഇങ്ങനത്തെ റാലി നോക്കിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റിസ്ക് റിവാർഡിലേക്ക് പോവാം. അവിടെ റിട്ടേൺ തരുന്നില്ല, 30%, 20%, 15% റിട്ടേൺ കിട്ടുന്ന കാര്യം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയില്ലേ. സോ അതിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ടാർഗറ്റ് പോയിന്റിലേക്ക് വന്നെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എത്ര ക്വാണ്ടിറ്റി എങ്ങനെ മേടിക്കണം. നമ്മൾ പറഞ്ഞ പോലെ 30 പോയിന്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 60 പോയിന്റ് എന്ന് പറഞ്ഞാൽ 1:2 ആയി. അവിടെ 400 പോയിന്റ് 100 പോയിന്റ് ക്യാച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ്, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇപ്പൊ HDFC സ്റ്റോക്ക് വെച്ച് ഞാൻ എക്സാമ്പിൾ പറയാം. 1500 രൂപയിൽ HDFC ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1500 രൂപയിൽ തന്നെയാണ്. ഓക്കെ, 1500 ഞാൻ എൻട്രി എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്റെ സ്റ്റോപ്പ് ലോസ് 1450 ആണ്. 50 പോയിന്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് പ്ലാൻ ഉള്ളത്. അവിടെ എത്ര ക്വാണ്ടിറ്റി മേടിക്കാം? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എത്ര ക്വാണ്ടിറ്റി മേടിക്കാം? അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിസ്ക് ഡിവൈഡഡ് ബൈ ട്രേഡ് റിസ്ക്. ഈ ട്രേഡ് റിസ്ക് എന്താ, ക്യാപിറ്റൽ റിസ്ക് എന്താ, എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? കാരണം ട്രേഡ് റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്ന ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസും എൻട്രിയും തമ്മിൽ എത്ര പോയിന്റ് വ്യത്യാസമുണ്ട്? 1500 ആണ് എൻട്രി, 1450 ആണ് എന്ത്, സ്റ്റോപ്പ് ലോസ് അല്ലെ. അപ്പോ എന്ത് ചെയ്യണം? ഈ ട്രേഡിലേക്ക് ഞാൻ കൊടുക്കാൻ പോണ റിസ്ക് എന്താന്ന് മനസ്സിലായി? 50 രൂപയുടെ നഷ്ടമാണ് അല്ലെ നമുക്ക് വരുന്നത് ഒരു ക്വാണ്ടിറ്റി മേടിച്ചാൽ. ഈ ഒരു ടോട്ടലി ക്യാപിറ്റൽ റിസ്ക് എത്രയാ? ഒരു ദിവസത്തെ ട്രേഡ് നമ്മൾ എടുക്കാൻ പോവാണ്, 3000 രൂപയല്ലേ റിസ്ക്. സോ ഈ 3000നെ 50 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. സോ 3000 ഡിവൈഡഡ് ബൈ 50 ഈക്വൽ ടു 60 ക്വാണ്ടിറ്റി. മനസ്സിലായോ? അപ്പൊ 1:2 എടുക്കണമെങ്കിലോ 100 പോയിന്റ് നമുക്ക് 1:2 ആയി. കറക്റ്റ് ക്വാണ്ടിറ്റി ബൈ ചെയ്താൽ മാത്രമാണ് അവിടെ റിസ്ക് ലോഡ് ആവുന്നുള്ളൂ. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. 100 രൂപയുടെ ഒരു പ്രീമിയം നിങ്ങൾ ബൈ ചെയ്യാണ്. ഓക്കെ, 10 രൂപ നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അവിടെ എത്ര ക്വാണ്ടിറ്റി മേടിക്കാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ 90 രൂപയാണ് സ്റ്റോപ്പ് ലോസ്. ട്രേഡ് റിസ്ക് എത്രയാണ്? 10 റുപ്പീസ് അല്ലെ. നമ്മൾ ഈ ഒരു അക്കൗണ്ട് റിസ്ക് എത്രയാണ്? ഇതിലേക്ക് കൊടുക്കാൻ പോണ അക്കൗണ്ട് റിസ്ക് എത്രയാ? 3000 രൂപ. 3000 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു എത്രയാ? 300. അപ്പൊ നമുക്ക് ഇവിടെ 300 ക്വാണ്ടിറ്റി ബൈ ചെയ്യാം. അപ്പൊ നമുക്ക് 10 പോയിന്റ് SL 1:2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 20 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് 6000 റുപ്പീസ് പ്രോഫിറ്റ് അല്ലെ. ഇത്ര സിമ്പിൾ ആണ് കാര്യം. മനസ്സിലായോ? 1:1.5 എന്ന് പറഞ്ഞാൽ 15 പോയിന്റ് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ ഈ പറയുന്ന 4500 നിങ്ങൾക്ക് കിട്ടി. സോ ഇത്ര ഉള്ള കാര്യം കണക്ട് ചെയ്യണം. റിസ്കിനെയും റിസ്ക് റിവാർഡിനെയും പൊസിഷൻ സൈസിനെ എല്ലാവരും കണക്ട് ചെയ്ത് മാത്രം വേണം നമ്മൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പൊസിഷൻ സൈസിങ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണം. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ റിസ്ക് പഠിച്ചു, റിസ്ക് റിവാർഡ് പഠിച്ചു, പൊസിഷൻ സൈസിങ് പഠിച്ചു അല്ലെ. അപ്പൊ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന സിസ്റ്റത്തിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ടോപ്പിക്, എല്ലാം എവിടെ നോക്കിയാലും ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇവിടെ പറയാൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ലാസ്റ്റ് ആണിത്. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ആണ്. കാരണം ഇത് പഠിച്ചതിന് ശേഷമാണ് എനിക്കൊരു പ്രോഫിറ്റബിൾ ഡേയ്സും മന്തും ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഉണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ് എന്താണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 3ാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സീരീസ് ആണ് നമ്മുടെ ക്ലാസ്. സോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത്
സൈനിങ് ഓഫ്.